എടുത്തോട്ടോ, ഞാൻ പറയുന്ന വോയിസ് കേൾക്കണം കേട്ടോ. അപ്പോൾ ക്ലച്ചിൻ്റെ അതിപ്രധാനമായ സംഭവം എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും ക്ലച്ച് ചവിട്ടുന്നത് സഡൻ ഒറ്റ ചവിട്ട്, ക്ലച്ചിൽ നിന്ന് കാടുക്കുന്നത് സാവധാനം, ക്ലച്ചിൽ നിന്ന് കാടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭാഗത്ത് നിന്ന് വണ്ടി മൂവ് ചെയ്യും. ഈ മൂവ് ചെയ്യുന്ന ഭാഗത്തിനെ പറയുന്നവർ ക്ലച്ചിൻ്റെ ഹാഫ് ക്ലച്ച്, മൂവിങ് പൊസിഷൻ, ബൈറ്റിംഗ് പോയിൻറ്റ്, ഈ 3 പേരുകളിൽ ഏതെങ്കിലും ഒരു പേര് പറയും. അത് ഏതാണെങ്കിലും വണ്ടി മൂവ് ചെയ്യുമ്പോൾ ഒരു പോയിൻ്റ് ക്ലച്ച് ചവിട്ടിക്കഴിഞ്ഞാൽ വണ്ടി നമ്മളെ അണ്ടർ കൺട്രോളാണ്. നമ്മൾ എച്ച് എടുക്കുന്നത് അങ്ങനെയാണ്. ഒരു വണ്ടിയെ റോഡിൽ ഒതുക്കി നിർത്തുന്നത് അങ്ങനെയാണ്. വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം വണ്ടിയെ പാർക്ക് ചെയ്യുന്നതും ഈ സിസ്റ്റമാണ്. പക്ഷെ അവിടെയെല്ലാം നമ്മൾ ആക്സിലേറ്റർ വിത്ത് ക്ലച്ച് കൺട്രോൾ, ക്ലച്ചിൻ്റെ ഹാഫ് ക്ലച്ചിൽ നിന്ന് ഒരു പോയിൻ്റ് ചവിട്ടിയും എടുത്തും നമ്മൾ കൺട്രോൾ ചെയ്യുമ്പം ഏത് അനായാസം വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം? സ്റ്റിയറിംഗ്. എന്നാലേ വണ്ടി, ചില കുട്ടികളെന്ന് പറഞ്ഞാൽ സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ ക്ലച്ച് ഉയർന്നു ഫെയിലായി. ചില കുട്ടികളെന്ന് പറഞ്ഞാൽ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുമ്പോൾ ക്ലച്ച് ഉയർന്നു സ്പീഡ് പോയി. അപ്പോൾ ഇത് രണ്ടും ഒരേപോലെ നമ്മൾ കൺട്രോൾ ചെയ്യണം. സ്റ്റിയറിംഗ് തിരിക്കുന്ന എല്ലാ സന്ദർഭങ്ങളിലും ക്ലച്ചിനെ ഒരു പോയിൻ്റ് ചവിട്ടി വേണം സ്റ്റിയറിംഗ് തിരിക്കേണ്ടതും. റിട്ടേൺ ചെയ്യുമ്പോഴും ഇത് നമ്മൾ ഇന്നിപ്പോൾ 2 ദിവസത്തെ ക്ലാസ് സിദ്ധാർത്ഥിനായി 3ാമത്തെ ദിവസം നമ്മൾ പഠിച്ചതാണ്. 3ാമത്തെ ദിവസം പഠിക്കുകയും നിങ്ങളെ കൊണ്ട് ഇവിടെ എല്ലാം നമ്മൾ ഒരു കാറിനെ തനിച്ച് ഓടിപ്പിച്ച് പ്രാക്ടീസ് ചെയ്തതാണ്. ആ പ്രാക്ടീസ് ഇപ്പോൾ എവിടെ നിന്ന് പോയി? 9ാമത്തെ ദിവസം ആ പ്രാക്ടീസ് എവിടെ പോയി? അത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാർ ഓടിക്കാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾക്ക് കാർ ഓടിക്കണമെങ്കിൽ അന്ന് പഠിച്ച പാഠങ്ങൾ നിങ്ങൾ മോളിൽ പോയി പ്രാക്ടീസ് ചെയ്യുക, അല്ലാതെ വേറെ നോ വേ. ഇന്നിപ്പോൾ രാവിലെ സിദ്ധാർത്ഥിനെ കൊണ്ട് സ്റ്റിയറിംഗ് തിരിക്കുന്നതൊക്കെ ഞാൻ വീഡിയോയിൽ റെക്കോർഡ് ചെയ്യായിരുന്നു. എന്ന് പറഞ്ഞാൽ ചില കുട്ടികളെന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലെയല്ല. ചില കുട്ടികൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അവരെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. ചെയ്യുമ്പോഴെല്ലാം നിരന്തരം തെറ്റിപ്പോവും. പക്ഷേ ആ തെറ്റ് അവർക്ക് അപ്പോഴും പിടികിട്ടില്ല. എന്തുകൊണ്ടാണത്? അവർ ഇതെല്ലാം കൂടെ ആകെ ആശയക്കുഴപ്പത്തിൽ കിടക്കുകയാണ്. ഞാൻ രാവിലെ സിദ്ധാർത്ഥിനോട് പറഞ്ഞൊരു ഉദാഹരണം അതാണ്. നമ്മൾ മഴയുള്ള ദിവസം ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ തോട്ടിലെടുക്കുമ്പോൾ അത് കംപ്ലീറ്റ് കലങ്ങിയിരിക്കും. എന്നിട്ട് ആ വെള്ളം നമ്മൾ വീട്ടിൽ വെച്ചു. നമ്മൾ ഉച്ചയ്ക്ക് വന്ന് നോക്കുമ്പോഴത്തേക്ക് ആ വെള്ളം തെളിഞ്ഞിരിക്കും. അപ്പോൾ ആദ്യം ഒരു ഗ്ലാസ് വെള്ളം എടുത്ത ഒരു മാനസികാവസ്ഥയാണ് ചില കുട്ടികൾക്ക് ഡ്രൈവിങ്ങിൻ്റെ ആദ്യകാല ക്ലാസ്സുകൾ. പക്ഷെ അത് കഴിയുമ്പോൾ ആ വെള്ളം തെളിയുന്നത് പോലെ പിന്നെ കുറേ ക്ലാസ്സുകളാകുമ്പോൾ അവർ ക്ലിയറാവും. അപ്പോഴവർ ഇന്നലകൾ എന്തായിരുന്നു തിരിഞ്ഞു നോക്കുമ്പോൾ അടിയിലിങ്ങനെ മട്ടികളായിട്ട് കലങ്ങിക്കിടക്കും, ഇങ്ങനെ മട്ടി വന്ന് കിടക്കും. ഇത് അവരെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളാണ്. അതിൽ നിന്നാണ് ഒരാൾ ക്ലിയറാകുന്നത്. അപ്പോൾ ചിലർക്ക് ഡ്രൈവിംഗ് പഠിച്ചതിൻ്റെ ടെക്നിക്കൽ കൈ കിട്ടാൻ നന്നായി പ്രാക്ടീസ് ചെയ്യണം, ചിലർക്കത് വേണം. അപ്പം നമ്മൾ പാടുപെടുന്ന കാറ്റഗറിക്കകത്താണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു നാണക്കേടോ ഒരു പ്രയാസമോ വിഷമമോ ഒന്നും വരാതെ മുകളിൽ പോയിരുന്ന് പ്രാക്ടീസ് ചെയ്യും. അല്ലെങ്കിൽ എൻ്റെ സാറേ എൻ്റെ ഹാഫ് ക്ലച്ച് കറക്റ്റ് ആവും, ഞാൻ എപ്പോഴും വണ്ടി മൂവ് ചെയ്യുമ്പോൾ ക്ലച്ചിനെ ഒരു പോയിൻ്റ് ചവിട്ടാൻ ഞാൻ വിട്ടുപോകുന്നു. അപ്പോൾ അതിനുള്ള എക്സസൈസുകൾ ഞാൻ പറഞ്ഞു തരും, അതുപോലെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, സമയം ഒരുപാടായി. 7 മണിക്ക് അടുത്ത ക്ലാസ് ആയിരുന്നു. ഇപ്പോൾ എത്രയും 7:15 15 പോവാം.